ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ ഇതാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. അലക്കാൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെഷീനിൽ തുണികളൊക്കെ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ അടുക്കളയ്ക്ക് വന്നതാണ്. ആദ്യം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചതാട്ടോ. മുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ട് വിസിലടുപ്പിക്കുകയോ ചെയ്യാം, പക്ഷേ ഇങ്ങനെ വേവട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഞാൻ കഴിക്കാനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പൊറോട്ട വാങ്ങിക്കാമെന്നാണ് വിചാരിക്കണം. അതുകൊണ്ടാണ് മുട്ടക്കറി വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ. 4 മുട്ടയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എത്ര ആൾ മുട്ട കഴിക്കുമെന്നൊക്കെ അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ കിച്ചു കഴിക്കുകയാണെങ്കിൽ തന്നെ കിച്ചു ഞാനാണെങ്കിലും ഉള്ളിലെ കൊഞ്ചിയതൊരു മാറ്റും കേട്ടോ. വൈറ്റ് മാത്രമാണ് കഴിക്കുന്നത്. പിന്നെ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെച്ചത് രാവിലെയാണ് ഞാൻ അധികം അതിൻ്റെ ഓരോരോ സ്ഥാനങ്ങളിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അതിലൊക്കെ വെള്ളമൊക്കെ പോയി നല്ല പാത്രമൊക്കെ നല്ല ഉണങ്ങി വൃത്തിയായിട്ടിരിക്കുമല്ലോ. അപ്പോൾ രാവിലെയാണ് അതൊക്കെ എടുത്ത് വെക്കൽ. അപ്പോൾ ഇന്ന് രാവിലെ വലിയ ജോലികൾ എന്ന് പറയാനില്ല. ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് കിച്ചുമോക്ക്. അപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകണം. അപ്പോൾ എന്താ പറയുക, കുറച്ച് നേരം വൈകിട്ട് തന്നെ എണീറ്റ്. ഒരുപാട് നേരത്തെ ഒന്നും എണീറ്റിട്ടില്ല. 6:30 കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റ്. പിന്നെ കുളിക്കലും ബാക്കി ഫ്രഷാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ തുണികളൊക്കെ അറക്കാനും ഇട്ടു. പിന്നെ ഏതാനും മുട്ട വേവിക്കാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്കുള്ള മുട്ടക്കറിക്കുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അരിയാനും പൊടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ തന്നെയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കടയിൽ നിന്ന് പൊറോട്ട വാങ്ങിക്കൊണ്ടാന്ന് വിചാരിച്ചു. അത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സിന് പോകാൻ. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒന്ന് പൊട്ടിക്കൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്നെടുത്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞായറാഴ്ച എത്രയെന്ന് ഡേറ്റ് ചോദിച്ചുമ്പോളെ, ഞായറാഴ്ച ദിവസം ഡേറ്റ് എത്രയെന്ന് അറിയാം? 20 20 അല്ലേ? അപ്പോൾ ഞാൻ കൂട്ടുകാരോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെയ് മാസം 20 എനിക്ക് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം കൂടെ ആയിരുന്നു കേട്ടോ. ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച മുതൽ വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ വേറെ കാണിക്കുക, അതായത് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. ഞായറാഴ്ച മുതൽ ഞാൻ എടുത്തുകൊണ്ടിരുന്നതിനേക്കാളും ഒരു 2-3 റൂട്ട് എനിക്ക് കൂടുതലുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ട് ആ ചേച്ചീൻ്റെ റൂട്ടും കൂടെ ഞാനാണ് എടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ നമ്മൾ തന്നെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. വേറെ ആദ്യം തരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ലൊക്കേഷൻ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ പണി ഉണ്ടാവും, പോകുമ്പോഴാണെങ്കിലും വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മുട്ടക്കറിക്കുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണത്, സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ മെയ് മാസം 20 എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഈ ഒരു മെയ് 20 വന്നപ്പോഴത്തേക്കും ഞാൻ പഴനി പോയിട്ട് തല മൊട്ടടിച്ചിട്ട് 2 വർഷമായിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ കുറേ പേർക്കൊക്കെ അത് എന്താണ് മുട്ടയടിച്ചതാണെന്ന് അറിയാൻ വേണ്ടി പറ്റും. ചില ആളുകൾക്കൊന്നും അത് അറിയില്ല. ഞാൻ ഷോർട്ട് ഹെയർ ആക്കിയതാണെന്നോ അല്ലെങ്കിൽ മോഡലാക്കിയതാണെന്നുള്ള ഇതൊക്കെ ഉള്ളൂ. പക്ഷേ അതല്ല കേട്ടോ. സത്യത്തിൽ ഈ മാസം മെയ് 20 വന്നപ്പോൾ 2 വർഷമായിട്ടുണ്ട് ഞാൻ എൻ്റെ തല മുട്ടയടിച്ചിട്ട്. അപ്പോൾ നമ്മൾ 2023 മെയ് 20 പഴനി പോയി തല മുട്ടയടിച്ചത് കേട്ടോ. അപ്പോൾ ഓക്കെ, അതാണ് ഞാൻ അന്ന് വീഡിയോസൊക്കെ ചെയ്യണം വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തിരക്കൊക്കെ ആയതുകൊണ്ട് ഓരോ തിരക്കിൻ്റെ ഇടയിൽ കൂടെ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് മാത്രം. അപ്പോൾ ഇനിയും കുറേ പേരുടെ ഉള്ളിലുണ്ട് ഇപ്പോഴും ഞാനിത് എന്താ പറയുക ഹെയറൊക്കെ കട്ട് ചെയ്ത് മോഡലാക്കിയതാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട. ഞാൻ അങ്ങനെ ഒരു വഴിപാടിൻ്റെ ഭാഗമായിട്ട് തല പഴനി പോയി മുട്ട അടിച്ചതായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കേട്ടോ. നമ്മളെ ഫസ്റ്റ് വീഡിയോ വൈറലായിട്ടുള്ളത് ആ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പഴനി പോയി തല മുട്ടടിച്ചതാണ് ഫസ്റ്റ് നമ്മുടെ വീഡിയോസ് വൈറലായതും. ആ ഒരു വീഡിയോ വൈറലായതിനു ശേഷമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതൊക്കെ. അപ്പോൾ നവംബറിലായിരുന്നു മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയത്. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം 3ാമത്തത് ആവണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഇതുവരെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി നമ്മുടെ അങ്ങനെ ബ്ലോഗൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെ മുട്ടക്കറിക്കുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഒക്കെ എന്നിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. നോർമലായിട്ടുള്ള മുട്ടക്കറി തന്നെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ. പിന്നെ ഞാൻ അപ്പുറത്ത് കുടിക്കാനുള്ള വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കലത്തിൽ വെച്ചതാണ് കേട്ടോ. ബാലൻസ് വെള്ളം രാത്രി തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ ജഗ്ഗിലേക്കൊക്കെ ഒഴിച്ച് വയ്ക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് കുപ്പിയിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ വേറെ പുതിയ തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടോ പെട്ടെന്നൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെന്താ വിശേഷങ്ങൾ? അപ്പോൾ
ഇതൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങളെന്ന് പറയാൻ. അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ നല്ല മഴയൊക്കെ ആയി തുടങ്ങിയിട്ടപ്പോൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസമായിട്ട് മഴ തന്നെയാണ്. രാവിലെ എണീക്കുന്ന സമയത്തും മഴയുണ്ട്, വൈകുന്നേരങ്ങളിൽ പിന്നെ അതായത് വൈകുന്നേരങ്ങളല്ല ഉച്ച കഴിഞ്ഞാൽ പിന്നെ മഴക്കോൾ തന്നെയാണ് കേട്ടോ. മഴ ആയി തുടങ്ങി. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനൊരു 10 ദിവസമൊക്കെ തന്നെ ഉള്ളൂ അല്ലേ. സ്കൂൾ തുറക്കുന്ന സമയത്ത് എന്തായാലും മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മഴയായിരിക്കും, വരുന്ന സമയത്ത് മഴയാവും. എന്തായാലും ഇപ്പോഴേ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മുട്ടക്കറിയിലേക്ക് സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിന് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഗരം മസാലപ്പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്നും കൂടെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ വേവിച്ച മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല. ഞാൻ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കരിങ്ങാലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഇപ്പോൾ തിളപ്പിക്കുമ്പോൾ ഒരു ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. ഏലക്ക ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഇങ്ങനെ കിട്ടണം, അല്ലെങ്കിൽ ഇതിലേക്ക് നല്ല തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചൊക്കെ ഒഴിക്കണം. അങ്ങനെയൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഡ്രൈ ആയി വരുന്നതാണ് ഒന്നും കൂടെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടോ. അപ്പോൾ ആ പരിപാടികൾ കഴിഞ്ഞു. ഇനി കുറച്ച് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ പൊറോട്ട പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ചായ ഉണ്ടാക്കി നമ്മുടെ മുട്ടക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചുമോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ് കേട്ടോ ഗൈസ്. ഞങ്ങളിവിടെ എത്തിട്ടോ. അങ്ങനെ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കിച്ചുമോൾ ഇപ്പോൾ ഭരതനാട്യമൊക്കെ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ അരങ്ങേറ്റമൊക്കെ ആയിരുന്നു ഗുരുവായൂരിലുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ കുച്ചിപ്പുടിയാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത്. കുച്ചിപ്പുടീൻ്റെയും എന്താ പറയുക ഐറ്റംസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കിച്ചുവിൻ്റെ യൂണിഫോമേ വലിപ്പമില്ലാതായിട്ടോ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അത് ടൈറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ യൂണിഫോം അല്ല ഇടുന്നത്, കളർ ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. ഇനിയിപ്പോൾ ഒരു തുണി എടുത്ത് തയ്ക്കണം. അപ്പോൾ കിച്ചുമോൾ എന്താ പറയുക ഇപ്പോൾ കുറച്ച് കുട്ടികൾ തന്നെ ഉള്ളൂ കേട്ടോ. കുട്ടികൾ കുറവാണ്. വെക്കേഷനൊക്കെ ആയതുകൊണ്ടൊക്കെ നമുക്ക് വിരുന്ന് പോയതുകൊണ്ടും അങ്ങനെ കുട്ടികൾ വളരെ കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അധികം അങ്ങനെ ക്ലാസ് അങ്ങനെ മിസ് ചെയ്തില്ല. എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ കേട്ടോ. എന്നാലും അധികം ക്ലാസ്സിന് പോകലുണ്ട് ഞങ്ങൾ. അപ്പോൾ അവിടെ പ്രാക്ടീസൊക്കെ നടക്കുകയാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരാഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ. നമുക്ക് പഠിക്കാൻ പറ്റാത്തത് നമ്മളെ കൊണ്ട് കഴിയണതാണെങ്കിൽ മക്കളെ പഠിപ്പിക്കാനുള്ളൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡാൻസ് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഫീൽഡാണ് കേട്ടോ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ്. അപ്പം ഞാൻ തത്തയൊക്കെ വലിയ ആൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഓളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഓൾക്ക് അതിനോട് ക്ലാസിക്കൽ ഡാൻസ് കളിക്കും, പക്ഷെ അത്ര വലിയൊരു താല്പര്യമുള്ള വെസ്റ്റേൺ ഡാൻസിനോടാണ് താല്പര്യമൊക്കെ കൂടുതൽ. അപ്പോൾ അത് നമ്മളിവിടെ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ വെസ്റ്റേൺ അങ്ങനെ അതായത് ഒരു ക്ലാസ് അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കണതില്ല തോന്നുന്നുണ്ട്. വണ്ടൂര്, മഞ്ചേരി അങ്ങനെയുള്ള ഭാഗത്താണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ കിച്ചുമോളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ തത്തയ്ക്കും അതിനോടൊരു എന്താ പറയുക താല്പര്യം, അതായത് ചെയ്യും കേട്ടോ അവർ. ഇങ്ങനെ ക്ലാസിക്കലാണെങ്കിൽ പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, കണ്ടിട്ടൊക്കെ അങ്ങനെ ചെയ്തൊക്കെ നോക്കുമായിരുന്നു. അല്ലാതെ ഒരു ക്ലാസ്സിനോ അല്ലെങ്കിൽ പഠിക്കാൻ പോകാൻ അങ്ങനത്തെ വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിച്ചുമോള് പിന്നെ ചെറുതിലേ ഞാനങ്ങനെ എന്താ പറയുക അവളും ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് കുട്ടികൾക്ക് കൂടെ താല്പര്യം കൂടെ ഉണ്ടെങ്കിൽ വിടാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചുമോളെ അതിന് വിട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദൈവം സഹായിച്ചിട്ട് നമ്മൾ ഭരതനാട്യത്തിൻ്റെ എന്താ പറയുക അരങ്ങേറ്റം ഗുരുവായൂർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റി. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് 2 വർഷം തന്നെ ആവാനായി എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അരങ്ങേറ്റം അവിടെ വെച്ച് ചെയ്യുമോ എന്നുള്ളതൊന്നും ഉറപ്പില്ല കേട്ടോ. ഒറ്റൊന്ന് ഗുരുവായൂർ വെച്ച് ചെയ്യാനുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് ചെയ്തു. അങ്ങനെ ഗൈസ് ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് കേട്ടോ. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്, മഴ പെയ്യുമോ എന്നറിയില്ല. അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ട് വന്നിട്ട് 1/2 മണിക്കൂറായി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് കൊട്ടിക്കല്ല് പോകണമെന്ന് പറഞ്ഞ് രാവിലെ അമ്മ വിളിച്ചിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് അവിടെ എന്തായാലും കുടുംബശ്രീ പിന്നെ ഉച്ച കഴിഞ്ഞ് ഞായറാഴ്ച ദിവസം കുടുംബശ്രീ ആവേണ്ടത് എന്തായാലും പോകണം. അപ്പോൾ വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു, തത്തേനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ തത്ത എണീക്കാൻ വയ്യാതെ കിടക്കുകയാണ്, വയറ് വേദനിച്ചിട്ട്. അപ്പം
ഇനിയിപ്പോൾ ഞാൻ കണ്ടോ ഉലുവ വെള്ളം ഉണ്ടാക്കാം. ഉലുവ ഒന്ന് വറുത്തിട്ട് ചുടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതാ ഞാൻ ഉലുവ വറുത്തു, ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇത് തിളപ്പിച്ചിട്ട് കൊടുക്കും. താൽക്കാലിക ആശ്വാസം അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ തത്തയ്ക്ക് ഉലുവെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ കുറച്ച് സമയം കൂടി ഒരു മണിക്കൂറോളം അവിടെ വീട്ടിൽ തന്നെ ഇരുന്നു. ഇപ്പോൾ കുടുംബാടെ തന്നെ ഇരുന്ന് അവളെ വയറുവേദനയൊക്കെ കുറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പൊട്ടിക്കല് വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ മുൻവശത്ത് കെട്ടിയെന്ന ഷീറ്റ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പുതിയ ഷീറ്റൊക്കെ വാങ്ങിക്കൊടുന്നിട്ട് അപ്പുറത്തൊരു കാക്കാനെ കൊണ്ടൊക്കെ കെട്ടിച്ചിട്ടോ മുന്നിൽ. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുത്ത മാങ്ങയാണ് കേട്ടോ. മാളുമാത്താനോട് നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഷറഫാക്കാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു കുറച്ച് മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞായറാഴ്ച അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ മാങ്ങയും ചക്കയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ബാക്കി വരില്ല കേട്ടോ. അത് അവിടെ ഇപ്പോഴേ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അതോ പുളിയില്ലാത്ത മാങ്ങ, നല്ല ടേസ്റ്റ്, പിന്നെ പറയണ്ടല്ലോ. പിന്നെ അമ്മ ചോറും കറിയൊക്കെ രാവിലെ തന്നെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോറിനാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നെയ്ച്ചോറാണ്. നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ എന്നും ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിത്തൈര്, പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടോ. ഉറങ്ങിയൊക്കെ എണീറ്റ് പുറത്ത് വന്നപ്പോൾ നല്ല മഴ കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല രാവിലെ തന്നെ മഴക്കോളുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് പോയ സമയത്ത് തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു മഴയും പെയ്തിട്ടുണ്ട്. ആൻറ്റി എന്താ അവസ്ഥ? അപ്പോൾ അമ്മമ്മയും പേരക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തിരിക്കണ ചെടീൻ്റെ ചട്ടിയൊക്കെ കുറേ പൊട്ടിയതുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം. അപ്പോൾ ആ ചെടിച്ചട്ടിയിലൊക്കെ മണ്ണ് നിറയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മഴയായി തുടങ്ങിയാൽ ഇതാണ് അവസ്ഥ. എന്താ പറയുക, ചാക്കായിട്ടും പ്ലാസ്റ്റിക്കായിട്ടും മുറ്റത്തൂടെ മൊത്തം ചാക്കൊക്കെ കയറിയിട്ട് നിരത്തുന്നുണ്ട്. ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അമ്മ പറയുക വെള്ളം വന്ന് വീഴുമ്പോൾ കുഴിയാവുകയാണ്, അപ്പോൾ മണ്ണൊലിച്ച് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ ചാക്കൊക്കെ നിരത്തുകയാണ്. പിന്നെ ഈ ഒരു വെള്ളം പോകാനായിട്ടിരുന്ന ഈ ഒരു ഇതിനെന്താ പറയുക അറിയില്ല, അതിൻ്റെ അതൊക്കെ കുറേ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ അകത്തേക്ക് തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കാലം വേനലല്ലായിരുന്നു. അപ്പോൾ ആ വേനൽ സമയത്തൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ട് വേനൽ സമയത്ത് ഊരിയിട്ടാൽ മതി. അപ്പോൾ ഊരി വയ്ക്കൂല, അത് അപ്പോഴും അതേപോലെ അവിടെ കിടക്കുന്നിട്ട് പിന്നെ അത് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടും നീക്കിയിട്ടും ഒക്കെ ആയിട്ട് ആ ഒരു പ്ലാസ്റ്റിക് അവിടെ ഇവിടെയൊക്കെ കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം അതിലിങ്ങനെ വന്ന് വീണൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുക്കള ഭാഗത്തുള്ള ആ ഡോറിൻ്റെ അവിടേക്കാണ് അതൊക്കെ വെള്ളം തട്ടണേ. അപ്പം അമ്മ അറിയുന്നുണ്ട് വാതിലൊക്കെ കേടാവുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആ മുറ്റത്തു കൂടെയൊക്കെ അമ്മ എന്താ പറയുക ചാക്കൊക്കെ കീറിയിട്ട് നിരത്തിയിടുകയാണ് ഇവിടേക്ക്. അല്ലെങ്കിൽ അവിടേക്ക് ഇങ്ങനെ മണ്ണ് ഒലിച്ചു പോവും, കുഴിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. മഴ പെയ്താലും അകത്തിരിക്കില്ല, അപ്പം പുറത്തു കൂടെ ഓരോ പണിയുണ്ടാവും കേട്ടോ. അങ്ങനെ കുറേ നേരം പുറത്തേക്കൊക്കെ നോക്കി നിന്നു. പിന്നെ ഞാൻ കുടുംബശ്രീൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുടുംബശ്രീക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതാ കണ്ട ഞാൻ പറഞ്ഞത് പ്ലാസ്റ്റിക് പൊട്ടിയിട്ട് വന്ന് വീഴുന്ന വെള്ളമാണ് കേട്ടോ അതൊക്കെ. നല്ലൊരു മഴ പെയ്തിട്ടോ, നല്ല അത്യാവശ്യം നല്ലൊരു മഴ. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് കുടുംബശ്രീൻ്റെ കാര്യം മറന്നിട്ടുണ്ട്. 4 മണിക്കാണ് കേട്ടോ കുടുംബശ്രീ. അതിൽ പിന്നെ ഞാൻ കുടുംബശ്രീക്ക് പോവുകയാണ് കേട്ടോ. വണ്ടിയൊന്നും എടുത്തില്ല. വണ്ടി എടുത്ത് പോയാൽ പിന്നെ കോട്ടിടണം, അങ്ങനെ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അമ്മേൻ്റെ പുള്ളിക്കൊടയൊക്കെ കൊണ്ട് കുടുംബശ്രീക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരിച്ച് പോവും, അങ്ങോട്ട് തന്നെ പോകും കേട്ടോ. അപ്പോൾ കുടുംബത്തേക്ക് തന്നെ പോവുകയെ, അന്ന് സ്റ്റേ ചെയ്യണമൊന്നുമില്ല. പിന്നെ നീലിയമ്മേൻ്റെ മകൾ വന്നിട്ടുണ്ട്, ശ്രീ ചേച്ചി. അവർ കോയമ്പത്തൂരുകാരാണ് കേട്ടോ. അപ്പോൾ അവർ വെക്കേഷനൊക്കെ ആയിട്ട് ഇപ്പോഴാണ് നിൽക്കാൻ വന്നത്. പിന്നെ കുടുംബശ്രീയിൽ നിന്ന് വന്നതിന് ശേഷം നല്ലൊരു കട്ടൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മാങ്ങയൊക്കെ അമ്മ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശരിക്കും ചോറ് തിന്നാൻ പറ്റിയില്ല കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചോറൊക്കെ എടുത്ത് തിന്നെയാണ്. കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോൾ ചൂട് കട്ടൻ ചായ നെയ്ച്ചോറും അങ്ങനെ തിന്നാനൊരു കൊതി. മക്കളൊക്കെ അവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കിച്ചുമോൾ കുറച്ച് ചോറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോറും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു.